ഹലോ ഗെയ്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പ്രസ് ചെയ്യുക. ഓക്കെ, പ്രധാനപ്പെട്ടിട്ട് ഇന്നൊരു മൾട്ടീൻ്റെ പ്രധാനപ്പെട്ട സിസ്റ്റമാണ്. നമ്മൾ മൾട്ടിമീറ്റർ പൊതുവേ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സംബന്ധിച്ചുള്ള ഇതാണ്. ഓക്കെ, നമ്മളിത് സാധാ അൺലോക്ക് മൾട്ടിമീറ്റർ. ഇത് ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. അപ്പം പ്രധാനപ്പെട്ട് പറഞ്ഞാൽ നമ്മൾ ഈ അൺലോക്ക് മൾട്ടിമീറ്റർ പറഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലും ഇത് വെച്ചാൽ ചാർജ് ഇറങ്ങി പോകില്ല. ബാറ്ററി ഏത് നമ്മൾ മറ്റേ ഡി സിയിൽ ഇട്ടാലും എ സിയിലിട്ടാലും ഓംസിലിട്ടാലും ഇത് ചാർജ് ഇറങ്ങി പോകില്ല. പ്രധാനപ്പെട്ട് ചെന്ന് നമ്മളിതാ രണ്ട് ലീഡ് കുട്ടികൾ ഓംസിലിട്ടാൽ മാത്രമേ ഇത് പോവുള്ളൂ. ഓക്കെ, ഇതാ രണ്ട് ലീഡ് മുട്ടി കഴിഞ്ഞാൽ ഓംസിലിട്ടാൽ മാത്രം പോവുള്ളൂ. എന്നെ സൂചി അതിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ ചാർജ് പോവുള്ളൂ. വ്യക്തം മനസ്സിലാ കണ്ടില്ലേ? അപ്പോൾ അല്ലെങ്കിൽ ചാർജ് പോവില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രം ചാർജ് പോവുള്ളൂ, അല്ലെങ്കിൽ ചാർജ് പോവില്ല. പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ബാറ്ററി ചാർജ് ഇറങ്ങി പോകണം. അപ്പോൾ അധികം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് വോൾട്ടിലിടുക, ഏതെങ്കിലും ഒരു വോൾട്ടിൽ എ സിയിലിടുക, അല്ലെങ്കിൽ ഡി സിയിലിടുക, എയിൽ ഒന്നിടുക. അപ്പോൾ പിന്നെ എന്ത് ഷോർട്ടായാലും സൂചി അനങ്ങൂല. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഡിജിറ്റൽ മീറ്റർ അതല്ല. ഡിജിറ്റൽ മീറ്റർ പറഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററിനെ സംബന്ധിച്ച് നമ്മൾ ഇത് ഓഫിലേക്ക് തന്നെ കൊണ്ടുപോകണം. യെസ്, ഓഫിലേക്ക് കൊണ്ടുപോയാലേ ഇത് സ്റ്റോപ്പാവുള്ളൂ. ഇപ്പം നേരെ നമ്മൾ ധൃതി പിടിച്ച് നമ്മൾ പെട്ടെന്ന് വർക്കൊക്കെ എടുത്ത് ഓർമ്മ ഇല്ലാതെ നമ്മൾ ഏത് റേഞ്ചിൽ വെച്ചാലും മതി, ഏത് പൊസിഷനിൽ വെച്ചാലും ഇത് ഒള്ളി ചാനലാണ്. ആ ഡിജിറ്റൽ മീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷന്. അപ്പോൾ അതിൻ്റെ കൂടെ ഓഫിലാണെങ്കിൽ മാത്രമേ ഇത് ബാറ്ററി നിൽക്കുള്ളൂ. ഏതെങ്കിലും ഒന്ന് വെച്ച് നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി ഇതിലിട്ടുക. അതായത് റീചാർജബിൾ അല്ല, അധികവും സാധാ വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അത് അപ്പോൾ ആ ബാറ്ററി പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോവും. 9 വോൾട്ടിൻ്റെ ഒരു 30-40 ബാറ്ററി ഉണ്ടാവും. 50-60 റുപ്യൻ്റെ ബാറ്ററി ഉണ്ട്. അത് റീചാർജബിൾ ആയിരിക്കില്ല. നമ്മുടെ സാധാ ബാറ്ററിയാണ്. അപ്പം പ്രധാനപ്പെട്ടിട്ട് നമ്മൾ എന്ത് വർക്ക് കഴിഞ്ഞാലും നമ്മൾ നിർബന്ധമായിട്ടും ഇതിലേക്ക് വെക്കുക, ഏത് ഓഫിലേക്ക്. ഈ മൾട്ടിമീറ്റർ നിർബന്ധം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളവിടെ വെച്ച് വരുമ്പോഴത്തേന് ഫുൾ ചാർജിലായിരിക്കും. നേരം എടുക്കുമ്പോഴത്തേന് ചാർജ് ഇറങ്ങിയിട്ട് എന്ത് കാണിക്കും? ഇതേമാതിരി ചിഹ്നം കാണിക്കും. നമ്മൾ ഈ ലൈറ്റ് മൂഡ് അമർത്തുമ്പോൾ അങ്ങനെ ബാറ്ററിൻ്റെ ചിഹ്നം കണ്ട് ഇവിടെ അതിനർത്ഥം എന്താ? ബാറ്ററി ലോ. ഞാൻ പുതിയ ബാറ്ററി ഇട്ടതാണ്. ഇട്ടപ്പോൾ ഞാൻ ഒരു ദിവസം ഓണാക്കിയിട്ടപ്പോഴേക്ക് വന്ന സിഗ്നൽ അതാണ്, ബാറ്ററി വീക്ക്. ഇനി ബാറ്ററി അല്ലെങ്കിൽ ഇത് ഓഫായി പോകും. അപ്പം അതിനെക്കൊണ്ട് പ്രധാനപ്പെട്ട് നമ്മൾ ഏത് തിരക്കിലാണ് നമ്മൾ ഓഫിലേക്ക് വെക്കുക, എന്നാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇതൊരു ക്ലാസ് എടുക്കണം. പിന്നീടുള്ളത് ക്ലാസ് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ മൊബൈലുകളാണ്. ഈ മൊബൈലുകളൊക്കെ വരുന്ന പ്രശ്നം പ്രധാനപ്പെട്ട് പറഞ്ഞാൽ, നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഏത് മൊബൈലും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, പൊതുവേ നമ്മളൊരു ഫോൺ ഉപയോഗിക്കേണ്ടി തന്നെ നമ്മൾ അതിൻ്റെ കഴിയുന്നത്ര ഫുള്ളും ബാറ്ററി നമ്മൾ ഇറങ്ങണം. മിനിമം 50%, 60%, ഒരു 10% മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ നോക്കണം. ഇങ്ങോട്ടേ നമ്മളത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറയാം, ഇപ്പം ഒരു 10% കുറഞ്ഞ് 100-ൽ 10% ചാർജ് കുറഞ്ഞാൽ നമ്മൾ വേഗം കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യും. അപ്പോൾ ഈ ചാർജ് ചെയ്യുന്നതോടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഭാഗങ്ങൾ അതിന് ഷെല്ലുണ്ട് ബാറ്ററി പോലെ, അത് നമ്മൾ അറിയില്ലാന്നുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ അത് 3.4 വോൾട്ടിനെങ്കിൽ അതിന് ഷെല്ലുകളുണ്ട്. ഓരോ ഇതിനും 1.5 ആയിട്ട് ഒരു ഷെല്ലുകളാണ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 90% ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ട് ചാർജ് കുത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ 90% ചാർജ് ആയ ബാറ്ററിയിൽ 10% ചാർജ് പിന്നെ മേക്കപ്പ് ആവുള്ളൂ. അപ്പോൾ 100%. അപ്പോൾ ഈ 90% ചാർജ് എന്ത് ചെയ്യും? റീചാർജ് നടക്കില്ല. റീചാർജ് നടക്കാത്ത പക്ഷം അതിൻ്റെ ഷെല്ല് വീക്കാവും. ഷെല്ല് വീക്ക് കഴിഞ്ഞാൽ പൊതുവേ നമ്മളിങ്ങനെ പൊന്തി വരും, ബാറ്ററി ഇങ്ങനെ പൊന്തി വരും. അതോടെ ഇതിൻ്റെ ടച്ച് വരെ പൊട്ടി
വീർത്തിട്ട് കംപ്ലൈൻ്റ് ആവും. അല്ലെങ്കിൽ ബാറ്ററി മാറ്റാൻ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ പൊതുവേ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിമം ഒരു 50% താഴെങ്കിലും ഇറങ്ങാൻ നോക്കുക. മാക്സിമം ഒരു 20% താഴെങ്കിലും ഇറങ്ങണം നോക്കുക, നല്ലതാണ്. അപ്പം പിന്നീട് രണ്ടാമത് അത് ചാർജ് ചെയ്യുമ്പം പിന്നെ റീചാർജബിൾ എടുക്കുന്നുണ്ട്. ഒന്ന് ചാർജ് ആവണേ റീചാർജ്. അപ്പോൾ അതിന് ഷെല്ല് ദമ്മ് പക്കാണ് ഷെല്ല്, അത് നല്ല സെറ്റാണ് ഷെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ലൈഫും കിട്ടും, ബാറ്ററിക്ക് നല്ല ചാർജ് നിൽക്കും ചെയ്യും. അല്ലാത്ത പക്ഷം അത് അങ്ങനെ കെട്ടിക്കണ വെള്ളം പോലെ കുറഞ്ഞത് നമ്മൾ നിറച്ച് കൊടുക്കുക. അപ്പോൾ ആ പാകം നടക്കുന്ന ഒരു പോയിൻറ്റിലാണ് ചാർജ് നടക്കുന്നത്. റീചാർജബിളിൻ്റെ അത് ചാർജ് ഇങ്ങോട്ട് പോണ്, പിന്നെ രണ്ടാമത് ചാർജിന് ആ 10%. ബാക്കി 90% ചാർജ് ഫുള്ളായി കിടക്കുക. അപ്പം ബാറ്ററി എന്താ പറഞ്ഞാൽ ആ ബാറ്ററി റീചാർജബിൾ നടക്കാത്ത പക്ഷം ഡെഡാവുക ചെയ്യുക, അതങ്ങനെ സ്റ്റക്കായി നിൽക്കുക ചെയ്യുക. അപ്പം അതെന്ത് ചെയ്യും, അതിന് കെമിക്കൽ പ്രകാരം അതിലുണ്ടാവുന്ന മെറ്റീരിയൽസ് പ്രകാരം അതങ്ങനെ വീർക്കാൻ തുടങ്ങും. പിന്നോണ്ട് കുത്തി അതിൽ എയർ പോയാൽ വീർപ്പ് പോയെങ്കിലും നമ്മൾ പിന്നോണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് വീർപ്പ് പോകും, അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവുകയെ. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ അത് സെറ്റായിക്കൊള്ളൊന്നും ഉണ്ടാവില്ല, അത് ഡെഡായി സെറ്റ് അത് ഇതാവും, ഒരു കട്ട പിടിക്കുമ്പോൾ ലിക്വിഡായി മാറുകയും. അപ്പം പ്രധാനപ്പെട്ട് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് അറിഞ്ഞോളുണ്ടാവില്ല, ഇത് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞ പ്രാക്ടീസ് വെച്ച് പറയുകയാണ്. മാക്സിമം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ മിനിമം 100% ചാർജ് ചെയ്ത് കഴിഞ്ഞ ഒരു മൊബൈൽ മാക്സിമം ഒരു 60 അതിൽ 40% നിർത്തുക, 60% യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 80-90% കൊണ്ടുവരാൻ അത്രയും നല്ലതാണ്. പിന്നീട് അത് ഫുൾ ചാർജ് ചെയ്യുക. അപ്പോൾ അവിടെ റീചാർജബിൾ സൈക്കിൾസ് നടക്കും. അപ്പം ബാറ്ററി ഷെല്ലൊക്കെ നല്ല സെറ്റാവും, ടൈമും കിട്ടും. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരോ ക്ലാസ്സും നിങ്ങൾക്കറിയാത്ത വിജ്ഞാന ക്ലാസ് ഉണ്ടായിരിക്കും, ഫുൾ തെളിവോടുള്ള ക്ലാസ്സാണ്. ഓക്കെ, താങ്ക് യു.